കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ഇലക്ഷനാണ്. തമിഴ്നാട് ഇലക്ഷൻ്റെ ഇപ്രാവശ്യത്തെ പ്രത്യേകത നമുക്കറിയാം. ഇളയ ദളപതി അല്ലെങ്കിൽ ഇപ്പോൾ ദളപതിയാണ്, ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. വിജയ് എല്ലാ മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ച് 234 സീറ്റിലും ഇലക്ഷൻ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ രാഷ്ട്രീയത്തിലോട്ട് വന്ന ശേഷം ദളപതിക്ക് കഷ്ടകാലം തന്നെയാണ്. ആദ്യമായിട്ട് ദളപതിയുടെ നമുക്കറിയാം കരൂര് ദുരന്തം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ എന്നുള്ള രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു സിനിമ ജനനായകൻ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൂടെ പോകുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒരു പുതിയ പ്രശ്നം നമ്മളെല്ലാവരും അറിഞ്ഞു. ജനനായകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ അനിശ്ചിതത്വത്തിൽ കിടക്കുകയാണ്, പെട്ടിയിലിരിക്കുകയാണ്. ആ സിനിമ ലീക്കായി. അപ്പോൾ ഇത് ആര് ലീക്കാക്കി, എന്തിന് ലീക്കാക്കി എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം എത്രയോ കോടികളാണ് ദളപതി വിജയുടെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ജനനായകൻ. ഇതുവരെയുള്ള എനിക്കൊരു 275 കോടി രൂപയാണ് വിജയ് പ്രതിഫലം വാങ്ങിയെന്ന് പറഞ്ഞത്. ഏകദേശം 500 കോടിയുടെ അടുത്താണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നു. ഒഫീഷ്യലി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ കൂടി. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു സിനിമ ലീക്കായിരിക്കുന്നത്. അപ്പോൾ പല ഓൺലൈൻ സൈറ്റുകളിൽ, പൈറസി സൈറ്റുകളിലും പല പേജസിലൊക്കെ മുഴുവൻ സിനിമയും 3 മണിക്കൂർ സിനിമയും ലീക്കായി എന്ന് പറയുന്നു. പക്ഷേ നമുക്കതിൻ്റെ ഒഫീഷ്യലി അതിൻ്റെ ഒരു തെളിവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും അതിലെ തുടക്കത്തെ ടൈറ്റിൽ സീക്വൻസുകൾ, ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഭാഗം, ക്ലൈമാക്സ്, ഇൻ്റർവെല്, ഇതെല്ലാം ലീക്കായി എന്നും പറഞ്ഞ് പല ആളുകളും പോസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എത്ര പേര് അത് ഡൗൺലോഡ് ചെയ്തു, ആരൊക്കെ കണ്ടു എന്നുള്ളത് തുറന്നു പലവരും സമ്മതിക്കില്ല. പറഞ്ഞ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് പണിയാണ്. നിയമപരമായിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി കെവിൻ പ്രൊഡക്ഷൻസ് നേരിടാൻ പോവുകയാണ്. പക്ഷേ അതിപ്പോൾ ലീക്കായ ശേഷം കുറേ ആദ്യമൊന്നും പല ആളുകളും പ്രതികരിച്ചിരുന്നില്ല. അതായത് തമിഴ് സിനിമാ ലോകത്തുനിന്ന് ഒരു സാധാരണ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഉടനെ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ, അല്ല അത്തരത്തിലൊരു ഘട്ടമായിട്ട് പോലും ആരും ഒരു ആദ്യമൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ അതിനൊരു തുടക്കം കുറിച്ചത് ഈ പറയുന്ന നമ്മുടെ ശിവകാർത്തികേയനാണ്. ശിവകാർത്തികേയൻ തന്നെയാണ് ആദ്യമായിട്ടൊരു വലിയൊരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. ശിവകാർത്തികേയൻ പറഞ്ഞു ഇത് വളരെ എന്താ പറയുക, വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു നീണ്ട പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന, ഞാൻ ആ പോസ്റ്റ് മുഴുവൻ വായിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കഴിവിനെയും അതുപോലെ തന്നെ ടാലന്റിനെയും ഈ പറയുന്ന ഹാർഡ് വർക്കിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓരോരുത്തരുടെ വിയർപ്പും ചോരയും കഷ്ടപ്പാടും ഒക്കെ കൂട്ടി യോജിപ്പിച്ചാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. വളരെ എന്താ പറയുക, വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ പുറകെ ഒരുപാട് പേര് പോസ്റ്റ് ഇട്ടിരുന്നു. വിശാൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശാൽ കുറച്ചും കൂടി വേറൊരു തരത്തിലാണ് വിശാൽ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നടൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. അത് വിജയുടെ സിനിമകൾ തിയേറ്ററിൽ നിന്ന് കണ്ട് ആസ്വദിച്ച് കൈയടിച്ച് ബഹളം വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് വളരെ വിഷമമാണ്. പിന്നെ അദ്ദേഹം അതിൻ്റെ കൂടെ നമ്മൾ തന്നെ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. അത് വിശാൽ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ OTT റിലീസ് ചെയ്തൂടെ, അത് ചെയ്യുന്നതല്ലേ നല്ലത് പറഞ്ഞ ഒരു റിക്വസ്റ്റ്. അദ്ദേഹം പറഞ്ഞ തിയേറ്ററിൽ നിന്ന് വിസിലടിച്ച് കാണുന്ന ആ ഒരു ഓളം നമുക്കൊരിക്കലും വീട്ടിൽ നിന്ന് കണ്ടാൽ കിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ റിലീസ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞ് അദ്ദേഹം OTT റിലീസ് പറഞ്ഞു. അത് പ്രൊഡക്ഷൻ അവർ തീരുമാനിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ പ്രൊഡക്ഷൻ കമ്പനിക്ക് വന്നേക്കാം. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒന്നുമല്ലാതെ പോകുന്നതിനെക്കാട്ടും നല്ലത് അതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വിശാൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് സൂര്യ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആര്യ ഇപ്പം ഈ അടുത്ത ആര്യയുടെ ഒരു സിനിമ റിലീസാകാൻ പോകുന്നതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ വേദിയിൽ വെച്ചിട്ട് ആര്യോട് ചോദിച്ചപ്പോൾ ആര്യ വളരെ ഇതൊരു ബ്രൂട്ടൽ വിഷയമാണ് എന്ന് പറഞ്ഞത്. ആര്യ പറഞ്ഞത് ഒരു വലിയ സിനിമയോ ചെറിയ സിനിമയോ എന്നുള്ളതല്ല, ഒരു സിനിമയ്ക്കോട് ഇങ്ങനെ ചെയ്തിട്ട് ആർക്കാണ് ഇതിനൊരു നേട്ടം കിട്ടാൻ പോകുന്നത്, എന്ത് സന്തോഷമാണ് അവർക്ക് ഇതിന് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആര്യ അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കമൽഹാസൻ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ആ ഒരു സെൻസർ ബോർഡിനെയും കൂടി, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും കൂടി ആയതുകൊണ്ട് അദ്ദേഹം സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു ഡിലേ വരുത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു എന്താ പറയുക, ഒരു സിസ്റ്റമിക് ഫെയിലറാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിരഞ്ജീവി പറഞ്ഞിട്ടുണ്ട് എന്നത് വല്ലാട്ടെ അലട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിജയ് എവിടെയും പ്രതികരിച്ചതായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ വിജയന്റെ പ്രചാരണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വിജയ് വിരോധികൾ എന്ന് പറയണോ അതോ വിജയുടെ എതിർ പാർട്ടിക്കാരെ ഒരു എന്താ പറയുക സൈബർ അറ്റാക്കിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല, ഇത് ലീക്ക് ചെയ്തത് വിജയ് ആണ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സിനിമയുടെ സീൻസ് പുറത്തിറങ്ങിയപ്പോൾ, ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, സിനിമ റിലീസിന് മുമ്പ് തന്നെ
അതായത് ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഒരു ചർച്ച ഉണ്ടത് ഭഗവത് കേസരി എന്ന് പറയുന്ന തെലുങ്കിലെ ഒരു സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയുണ്ട്, നന്ദപുരി ബാലകൃഷ്ണൻ അഭിനയിച്ച. അതിന് തെലുങ്കിലെ മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. ശ്രീലീലയായിരുന്നു അതിൽ ഈ ബാലയ്യയുടെ മകളായിട്ട് അഭിനയിച്ച. അതിന്റെ റീമേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് കയറുന്നത്. പക്ഷെ അത് ഒഫീഷ്യലി അവരാരും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ സീൻ ബൈ സീൻ കോപ്പി ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അതിൽ ബാലയെ ചെയ്ത വേഷത്തിൽ വിജയും, അതിൽ ശ്രീലീല ചെയ്ത മകളുടെ വേഷത്തിൽ മമിതാ ബൈജു. പിന്നെ ബോബി ഡിയോളും അങ്ങനെ കുറെ പേരൊക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട്. നരേൻ അഭിനയിക്കുന്നുണ്ട്, ഗൗതമൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു സീനും ഇന്റർവൽ പഞ്ചൊക്കെ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഭഗവത് കേസരി തന്നെയാണ്. പക്ഷെ അതിൽ വിജയ് പൊളിറ്റിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങാതിരുന്നതിന്റെയും കാരണം, അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ പ്രശ്നം എന്ന് പറയുന്നതും പൊളിറ്റിക്സ് തന്നെയാണ്. വിജയുടെ ടി.വി.കെ പൊളിറ്റിക്സും ഭരണ മുന്നണി, അതിന് ഒരുപക്ഷെ DMKയും BJP ഗവൺമെന്റ് ഇവർക്കൊക്കെ എതിരെയുള്ള കുറെ കാര്യങ്ങൾ അത് പറഞ്ഞത് കൊണ്ട് പല കാര്യങ്ങൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കുറെ ഡിലേ വന്നത്. അപ്പൊ വിജയുടെ ഒരു TVKയുടെ ഒരു ക്യാമ്പയിൻ പോലെ അത് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് നെഗറ്റീവായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞത് ഈ ഒരു സിനിമ ജനുവരി 9 റിലീസ് ചെയ്യാൻ വിജയ് അന്ന് പ്ലാൻ ചെയ്തിരുന്നത് വിജയുടെ ഒരു രാഷ്ട്രീയത്തിന് ഒരു ബൂസ്റ്റ് ആവാൻ വേണ്ടിയായിരുന്നു ഇലക്ഷന് മുന്നോടിയായിട്ട്. പക്ഷെ ഇനിയിപ്പോ അത് പറ്റില്ല. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പൊ അതിനു മുമ്പ് വിജയ് തന്നെ ലീക്കാക്കി, അപ്പോൾ വിജയുടെ ഒരു ബൂസ്റ്റ് ആവുമല്ലോ വിജയുടെ പാർട്ടിക്ക് എന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 500 കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമ ചെയ്ത് ഒരു നടനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. ഇത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല. ഇത് ലാബിൽ നിന്ന് പുറത്തു പോയതാണോ, സെൻസർ എവിടുന്ന് പുറത്തു പോയതാണെന്നോ ഒന്നും അറിയില്ല. HD പ്രിന്റ് ആണ് എന്ന് പറയുന്നു. എന്തായാലും ഇപ്പൊ കെവിൻ പ്രൊഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ കാണുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്താൽ സ്ട്രിക്ട്ലി നിയമപരമായിട്ട് നേരിടേണ്ടി വരും. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് ഫോർവേഡ് ചെയ്ത് നിങ്ങളുടെ ഇൻബോക്സിൽ വന്നാൽ അത് ഡൗൺലോഡ് പോലും ചെയ്യാതെ കാണാതെ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾക്കത് ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റും. എനിക്കറിയാം ഒരുപാട് ടൂൾസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ടൂള് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ ഇതുപോലെ തന്നെ ഏതൊക്കെ ലിങ്കിൽ അല്ല ഏതൊക്കെ വെബ്സൈറ്റിൽ ഇത് വന്നിട്ടുണ്ട് അതെല്ലാം കണ്ടുപിടിച്ച് കളയാനുള്ള ഒരു ടൂളുണ്ട്. അപ്പോൾ അങ്ങനെ പലവരും ഇപ്പോൾ നമ്മുടെ ടെക്നോളജി അപ്ഡേറ്റഡ് ആയതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല. എന്തായാലും വിജയ്ക്ക് അത് ഒരു അടി തന്നെയാണ്. കാരണം ഈ സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലക്ഷൻ കഴിഞ്ഞിട്ട് വിജയ് എങ്ങാനും തോറ്റു കഴിഞ്ഞാൽ, വിജയ് തോക്കുകയോ വിജയുടെ പാർട്ടി തോക്കുകയോ ചെയ്താൽ, വിജയ് ജയിച്ചാലും വിജയുടെ പാർട്ടി തോറ്റാൽ, വിചാരിച്ച നേട്ടം കൊയ്തില്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങിയിട്ട് പിന്നെ എന്താണ് കാര്യമുള്ളത്? ഇതൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഏപ്രിൽ 23 റിലീസായാൽ, ഏപ്രിൽ 23 എലക്ഷൻ കഴിഞ്ഞാൽ ഏപ്രിൽ 24 ആ സിനിമ തിയേറ്ററിൽ ഇറക്കുക. അപ്പൊ 24 ഇറക്കി കഴിഞ്ഞാൽ റിസൾട്ട് വരണ വരെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്, മെയ് 4 വരെ. അപ്പൊ ആ ഒരു ദിവസം എന്തായാലും ഒരു ഓളം കിട്ടും. പിന്നീട് ആ റിസൾട്ട് അറിഞ്ഞ് വിജയുടെ പാർട്ടിക്ക് ഒരു മോശമാണ് അവസ്ഥയെങ്കിൽ ചിലപ്പോൾ ട്രോള് വന്നേക്കാം. പക്ഷെ കളക്ഷൻ കുറഞ്ഞേക്കാം. എങ്കിൽ പോലും ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. ഇനിയിപ്പോൾ OTT ഒക്കെ പിന്മാറി, ആമസോൺ പ്രൈം ഒക്കെ പിന്മാറി എന്ന് പറയുന്നു. അതുകൊണ്ട് ഇനി എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. എന്തായാലും കെവിൻ പ്രൊഡക്ഷൻസിന്റെ ടോക്സിക്കും റിലീസ് ആവാതിരിക്കുകയാണ്, ഈ സിനിമയും റിലീസ് ആവാതിരിക്കുകയാണ്. അവർ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ചിദംബരം ഡയറക്ട് ചെയ്യുന്നൊരു സിനിമ, ആ സിനിമയും പകുതി വരിയിൽ നിൽക്കണം. എന്തായാലും എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും കെവിൻ പ്രൊഡക്ഷൻസ് 1000 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് പല സിനിമകളൊക്കെ ആയിട്ട്. ഇതുപോലെ ഇപ്പൊ ഈ പറയുമ്പോൾ നമ്മൾ പല സിനിമകളെ കുറിച്ച് പറയേണ്ടി വരും. പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ അത് റിലീസായ ശേഷമാണ്, റിലീസായി റെക്കോർഡുകളിലേക്ക് കുതിക്കുന്ന ഒരു സമയത്ത്, അന്ന് ദൃശ്യത്തിന്റെ കളക്ഷൻ വരെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിയപ്പോഴാണ് പ്രേമത്തിന്റെ സെൻസർ കോപ്പി ഒന്ന് ലീക്കായത്. അന്നും കുറെ വിമർശനങ്ങളൊക്കെ പലവരും നേരിട്ടിരുന്നു. കാരണം അൽഫോൺസ് പുത്രൻ അത് ലീക്ക് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഗോസിപ്പ് ഉണ്ടായിരുന്നു അന്ന്. അൽഫോൺസ് ഒക്കെ ശക്തമായിട്ട് അതിനെതിരെ വന്നു. ഞാൻ തന്നെ എന്റെ സിനിമ ലീക്കാക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു തനിക്ക് സപ്പോർട്ട് വിചാരിച്ച പോലെ സിനിമാ സംഘടനകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ അൻവർ റഷീദ് എന്ന സംഘടനകൾ രാജിവെച്ചിരുന്നു. നിർമ്മാതാവായിരുന്നു അൻവർ റഷീദ് എൻ്റെ. അന്ന് ഒരു പക്ഷെ അത് ലീക്കായില്ലായിരുന്നെങ്കിൽ ദൃശ്യത്തിന്റെ കളക്ഷൻ ആ സിനിമ വെട്ടിക്കുമായിരുന്നു, ബ്രേക്ക് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ സംഭവിക്കാറുണ്ട്. വിജയുടെ തന്നെ മുമ്പ് മാസ്റ്ററും പല സർക്കാർ പോലത്തെ സിനിമയൊക്കെ അതൊക്കെ തിയേറ്ററിൽ ഇറങ്ങിയ ശേഷമായിരുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രേമം ഉൾപ്പെടെ സിനിമകളൊക്കെ തിയേറ്ററിൽ ഇറങ്ങിയ ശേഷമായിരുന്നു. പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ വ്യാജ കാസറ്റ് ഇറങ്ങി ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അത് മലയാളത്തിന്റെ ഒരു സിനിമയാണ്. 94 ചെയ്ത ഒരു ഇറങ്ങേണ്ടിരുന്ന ഒരു സിനിമ, 94 ഷൂട്ട് ചെയ്തൊരു സിനിമ, പ്രവാചകൻ എന്ന് പറഞ്ഞ PG വിശ്വംഭർ സംവിധാനം ചെയ്ത മുകേഷ് നായകനായ ഒരു സിനിമയായിരുന്നു. ആ ഒരു സിനിമ അതിന്റെ പോസ്റ്റർ എല്ലാം പ്രിന്റ് ചെയ്ത് അത് തിയേറ്ററിൽ ഇറങ്ങേണ്ട ഒരാഴ്ച ഗ്യാപ്പിൽ അതിന്റെ വീഡിയോ കാസറ്റുകൾ, അന്ന് കാസറ്റാണ്, DVD CD കാലമല്ല, വീഡിയോ കാസറ്റുകൾ വളരെ എന്താ പറയാ വ്യാപകമായി പ്രചരിക്കാനുണ്ടായത്. അങ്ങനെ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സാഗ ഫിലിംസ് ആയിരുന്നു. അവര് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ. അവർ പക്ഷെ സിനിമ ഇറക്കിയില്ല. അങ്ങനെ പോസ്റ്റർ പോലും അവർ അടിച്ചില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു പേരിന് 1-2 തിയേറ്ററിൽ ഇറക്കി എന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്താണ്. അത് മലയാളത്തിലൊരു സിനിമയാണ്. അതിന് മുമ്പ് അതിന് ശേഷം ഒരു സിനിമ
ഇറങ്ങണതിന് മുമ്പ് വ്യാജന ഇറക്കിയിട്ട് പിന്നീട് തിയേറ്ററിൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ സംഭവിച്ചതായിട്ട് എനിക്ക് അറിയില്ല. അത് പ്രവാചകൻ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട സിനിമ, നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവർക്ക് നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്യുന്ന കുറേ ഹ്യൂമർ ഉള്ളത്, മുകേഷും സിദ്ദിഖിന്റെ ഒക്കെ ഒരുപാട് തമാശകളുള്ള ഒരു സിനിമയാണ്. ഒരു പക്ഷി ശാസ്ത്രജ്ഞക്കാരൻ മുകേഷ് അതിലോട്ട് വരുന്നതും അച്ഛന്റെ തൊഴിൽ ഏറ്റെടുക്കുന്നതും അത് രസകരമായിട്ട് സിനിമയാണ്, കാണാത്തവർക്ക് കാണാം. എന്തായാലും ഇതൊരു വലിയ സിനിമയാണ് ജനനായകൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വിജയുടെ ഇലക്ഷന്റെ ഭാവി നിർണ്ണയിക്കേണ്ട ഒരു സിനിമയായിരുന്നു അത് ഇറങ്ങിയിരുന്നെങ്കിൽ. അത് ഇറങ്ങിയില്ല. ഇനിയിപ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് ഇറങ്ങിയ ശേഷം ഇലക്ഷന്റെ എന്താ പറയുക റിസൾട്ടുകൾ വന്ന് വിജയുടെ ഭാവി എന്താവും, രാഷ്ട്രീയ ഭാവി എന്താവും എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ അത് വളരെ പ്രശ്നം. എന്തായാലും ഇതൊരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ്, സിനിമാ ലോകത്തിന് തന്നെ സങ്കടകരമായ അവസ്ഥയാണ്. വിജയ് എന്ന് പറയുന്ന നടന് വലിയൊരു ഫെയർവെൽ കൊടുക്കേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയുടെ അവസ്ഥ ഇത്തരത്തിൽ പോകുന്നത് വളരെ സങ്കടകരമാണ്. ഇനി എന്തെല്ലാം സംഭവിക്കും എന്നറിയില്ല. എന്തായാലും അതിന്റെ സംവിധായകൻ എച്ച് വിനോദ് വളരെ വേദനയോട് കൂടിയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഒന്നും പറയാനില്ല എല്ലാവർക്കും. കാരണം എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും എച്ച് വിനോദ് തുനിവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വളരെ പ്രതീക്ഷയോട് കൂടി ഒരുപാട് പ്രഷർ സഹിച്ചിട്ടൊക്കെ ആയിരിക്കും. കാരണം വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ അത് എഫക്റ്റീവ് ആവണം, തിയേറ്ററിൽ വിജയിക്കണം. കാരണം നമുക്കറിയാം എത്രയോ തിയേറ്ററിൽ വേൾഡ് വൈഡ് ചാർട്ട് ചെയ്ത് റിലീസിന് 2 ദിവസം 3 ദിവസം മുമ്പൊക്കെയാണ് മാറിപ്പോയത്. പിന്നീട് ഇന്നിറങ്ങും നാളെ ഇറങ്ങും എന്ന് പറഞ്ഞ് നീണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് പെരുമാറ്റ ചട്ടം വന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അവരുടെ ഒരു ഇതനുസരിച്ചിട്ട് പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് വിജയ് ഇലക്ഷൻ നിൽക്കുന്നോട് ഈ സിനിമ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും സംഭവിച്ചു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും വിജയ് ലീക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വിജയുടെ തന്നെ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ചെയ്യാനേ സാധ്യതയുള്ളൂ. വെറുതെ ആരെങ്കിലും ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നത് നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.